രോഹിത് ശർമ്മയും ഋഷഭ് പന്തും സൂര്യകുമാർ യാദവുമായിരുന്നു 2024 ട്വന്റി ലോകകപ്പിൽ ഇന്ത്യക്ക് ആവേശവിജയം നൽകിയ ബാറ്റിംഗ് കരുത്ത്. ഈ മൂന്ന് പേരിൽ ഒരാൾ തകർത്തടിക്കുമെന്നായിരുന്നു ആരാധക പ്രതീക്ഷ. എന്നാൽ ഇവർക്കായി വ്യക്തമായ പദ്ധതികൾ ദക്ഷിണാഫ്രിക്കയുടെ ബൗളിംഗ് ബുദ്ധിയിൽ ഒരുങ്ങി. ഇതോടെ മാന്യമായ സ്കോർ പോലും ഇന്ത്യക്ക് നേടാനാകുമോ എന്ന ആശങ്ക ആരാധകരിലെത്തി. ക്യാപ്റ്റൻ രോഹിത്തിനൊപ്പം ഈ ടൂർണമെന്റിൽ ഓപ്പൺ ചെയ്ത വിരാട് കോഹ്ലിയുടെ മോശം ഫോമായിരുന്നു ഇതിനെല്ലാം കാരണം. 7 കളിയിൽ നിന്ന് വെറും 75 റൺസായിരുന്നു സെമി ഫൈനൽ വരെ ഈ താരത്തിന്റെ സമ്പാദ്യം. തൊട്ടു മുമ്പ് നടന്ന IPL-ൽ 15 കളികളിൽ നിന്നും 741 റൺസ് നേടി ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സിന്റെ രംഗണ്ണന് അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായി നടന്ന ട്വന്റി ലോകകപ്പിലെ ആദ്യ 7 കളിയും നിരാശയുടേതായിരുന്നു. ഫൈനലിൽ കഥ മാറ്റി ബംഗളൂരുവിന്റെ സ്വന്തം വിരാട് കോഹ്ലി.